യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങുമോ അതോ പടിയിറക്കുമോ? എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. VP ദുൽഖിഫിൽ, ഗുഡ് മോർണിംഗ് VP ദുൽഖിഫിൽ. എനിക്കറിയാം യൂത്ത് കോൺഗ്രസ് ഒരുപാട് സമരപരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ നിങ്ങളുടെ ആ ശ്രദ്ധയെ ഒരുപക്ഷെ മാറ്റിയേക്കാമെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ സ്നേഹയുടെ അഭിപ്രായം നമ്മൾ കേട്ടു. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്നല്ലേ ദുൽഖിഫിൽ നിങ്ങളും ആഗ്രഹിക്കുന്നത് VP? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. അതില് വ്യക്തത വരുത്തണം എന്നുള്ളത് ആദ്യം വ്യക്തത വരുത്തേണ്ടത് ആ യുവതിയല്ലേ? കറക്റ്റ്. ഈ സമയം വരെ വ്യക്തത വരുത്തിയിട്ടില്ലല്ലോ. നമുക്ക് ആരോപണം ആർക്കെതിരെയും ഉന്നയിക്കാം. അതെ, ഓക്കെ. അത് നമുക്ക് ആ ആരോപണങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും ന്യൂസ് വരുന്നതിനും തെറ്റില്ല. പക്ഷേ പേര് പറയാതെ ആരോപണം ഉന്നയിക്കുകയും അതിന് തെളിവ് ഹാജരാക്കാത്തടത്തോളം കാലം ഈ പറയുന്ന വ്യക്തിയെ തെറ്റുകാരനായി കാണാൻ സാധിക്കുമോ? ഈ ഹണി ഭാസ്കറിനെ പോലുള്ള ഒരു പ്രവാസി എഴുത്തുകാരി പേര് വെച്ച് തന്നെ എഴുതിയിട്ടുണ്ട് VP ദുൽഖിഫിൽ. ഞാനത് ഡോക്ടർ അരുൺ അത് മുഴുവൻ വായിച്ചു. ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു. ആ വായിച്ച സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞത് അതിലേക്ക് പുള്ളി വരുന്ന സമയത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതിലേക്ക് വന്നു എന്നല്ല പറയുന്നത്. പിന്നെ അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇടതുപക്ഷ സ്വഭാവവും ഒക്കെ നോക്കുമ്പോ ആ ഒരു ആരോപണത്തിന് ഒരു കഴമ്പുള്ളതായി തോന്നുന്നില്ല. അതല്ല, ഇതിപ്പോ തുടർച്ചയായിട്ട് ഈ ചർച്ചകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും നിൽക്കുന്നു. ഇപ്പോ ഈ പരാതി ഇവർ പറയുന്നതിന്റെ സൂചനകൾ ഒരു യുവ നേതാവാണ്, ജനപ്രതിനിധിയാണ് എന്നാണ്. പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിന്റെ സൂചനകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ ഒരു പരാതി നൽകേണ്ടതല്ലേ? നിയമപരമായ നടപടി പ്രസിഡന്റ് സ്വീകരിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? അല്ല, അത് തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിയുടെ പേര് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അവിടെയും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുള്ളിയെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ തന്നെ പറയും രാഹുൽ ചെയ്ത് ശരിയായില്ല എന്ന് പറയില്ലേ? ഇത് പറയാനുള്ള കാരണം ഇന്നലെ നിങ്ങളെ റിപ്പോർട്ടറാണോ മാധ്യമ പ്രവർത്തകരാണോ എനിക്കറിയില്ല, ആ കുട്ടിയോട് രാഹുലാണോ എന്ന് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ ആ നോ കമന്റ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ പ്രതികരിക്കുന്നതിന് പരിധിയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ദുൽഖിഫിൽ, എന്റെ സംശയം, ഈ ഇത്തരം ഒരു സംശയത്തിന്റെ പുകമറയിൽ നിൽക്കാതെ കാര്യങ്ങൾ പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തുന്നതല്ലേ, വ്യക്തമാക്കുന്നതല്ലേ നല്ലത്? നമുക്കതൊരു മുൻവിധിയിലേക്ക് പോകണ്ട. അതൊക്കെ അവരവരുടെ ചോയ്സ് ആണ്. നിങ്ങൾ പറഞ്ഞാൽ അത് വ്യക്തത വരുത്തുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അഭിപ്രായം. പക്ഷെ അത് ആ വ്യക്തിയുടെ ചോയ്സ് ആണ്. ആ വ്യക്തി പറയാത്തടത്തോളം കാലം, ആ വ്യക്തിയുടെ പേര് പറയാത്തടത്തോളം കാലം അത് ആ വ്യക്തിയുടെ ചോയ്സ് അല്ലേ? അതല്ല എൻ്റെ ഒരു സംശയം. ഈ ഹൂ കേസ് എന്നൊരു പദപ്രയോഗം അടുത്ത കാലത്ത് നടത്തിയത് ഈ പ്രസിഡന്റ് ആണ് എന്നതാണ് ഇതിനകത്ത് ഒരു സൂചനയായിട്ട് ചിലരെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ജനപ്രതിനിധിയാണ്. അല്ല ഡോക്ടർ അരുൺ, പിന്നെ സൂചനയായിട്ട് ഡോക്ടർ അരുൺ ചില കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ആള് എന്ന നല്ല ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പിന്നെ ഈ പറയുന്ന ഹൂ കേസ് എന്ന് പറഞ്ഞ അതേ സംസാരിച്ചപ്പോൾ തന്നെ അത് രാഹുൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നുള്ള, അല്ലെങ്കിൽ അത് നോ കമന്റ്സ് എന്നുള്ള മറുപടി പറയുമ്പോൾ നമുക്ക് അവിടെ രാഹുൽ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിൽ എൻ്റെ ഒരു സംശയം, ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ചർച്ചകൾ സജീവമായിട്ട് നടക്കും. അവിടെയാണ് എൻ്റെ ഈ ചോദ്യം. ഞാൻ അങ്ങയോട് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരുപാട് യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ചില നേതാക്കളുണ്ട്. വളരെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ശ്രമിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ അടുത്ത കാലത്തായിട്ടൊരു വലിയ ഊർജ്ജവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നത് ഈ പ്രവർത്തകരുടെ ഒരു മനോവികാരത്തെ അത് ബാധിക്കില്ലേ ദുൽഖിഫിൽ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഏതൊരു വിവാദം വന്നു കഴിഞ്ഞാലും അത് സംഘടനയുടെ നല്ല പോക്കിനൊക്കെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിങ്ങൾ പറയുന്ന അതിനോട് നമ്മൾ യോജിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ പൊതുരംഗത്തായാലും പൊതു രാഷ്ട്രീയത്തായാലും ഇതിൽ വേറൊരു അപകടം കൂടി കാണുന്നുണ്ട്. അതായത് ഒരു യുവതി അദ്ദേഹം വെളിപ്പെടുത്തിയത് ശരിയാണെങ്കിൽ അതിനെ 100% സ്വാഗതം ചെയ്യുന്നു, ശരിയാണെങ്കിൽ. പക്ഷേ അവിടുത്തെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു MLA ആണ്, അതോടൊപ്പം തന്നെ യുവ നേതാവാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാതിരിക്കുക. നമ്മൾ MLA എന്ന് പറഞ്ഞ ചെറിയ പോസ്റ്റല്ലല്ലോ. ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുന്ന സഭയിലൊരു അംഗമല്ലേ? അപ്പൊ ഈ പറയുന്ന മുഴുവൻ ആളുകളെയും സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ പേര് ചോദിക്കുമ്പോൾ
പേര് നോ No കമന്റ്സ് comments എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതേ സ്ഥാനത്ത് ആ സ്ത്രീക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, ആ സ്ത്രീക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പറയുന്ന ആരോപണത്തിൽ ശരിയുണ്ടെങ്കിൽ ആ ആരോപണം കൃത്യമായി പറയാൻ സാധിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തില് ഇത്തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാണ്ടായി പോകും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഫീലിങ്സ് ഒന്നും എനിക്കില്ല. ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം ഒരു സംശയം കൂടി VP, അപ്പം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരണം. പുകമറയിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ദുൽഖിഫിലിന്റെയും നിലപാട്. ആ പുകമറയിൽ നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇത് പൊതുപ്രവർത്തകരായി മാന്യമായി ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമാണിത്. പലരെയും സംശയത്തിന്റെ മുൻനിർത്തിൽ. താങ്ക് യു VP ദുൽഖിഫിൽ പ്രതികരിച്ചതിന്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്.